ഹായ് ഫ്രണ്ട്സ്, ക്രേസി ഹാംസ് ഇലക്ട്രോണിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. റേഡിയോ ബോർഡ്, കമ്പ്യൂട്ടർ ബോർഡ്, CFL ലാമ്പുകൾ എന്നിങ്ങനെ പല സർക്യൂട്ടിൽ പല കോയിലുകൾ കണ്ടിരിക്കുമല്ലോ. അവയെങ്ങനെ ഉണ്ടാക്കാം എന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാം. സാധാരണയായി ഒരു ഇനാമൽഡ് കോപ്പർ വയർ വൃത്താകൃതിയിൽ ചുറ്റിയെടുക്കുന്നതിനാണ് കോയിൽ എന്ന് പറയുന്നത്. ഒരു കോപ്പർ വയർ കോയിലായി കഴിയുമ്പോൾ ഇൻഡക്റ്റൻസ് എന്നൊരു പ്രോപ്പർട്ടി അതിന് വരുന്നു. കോയിലുകളെ ഇൻഡക്ടറുകൾ എന്നും വിളിക്കുന്നു. ഈ കോയിലിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള നീളമാണ് കോയിൽ ലെങ്ത്. അതുപോലെ വട്ടത്തിലുള്ള ആ ഏരിയയാണ് അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ഇവ രണ്ടുമാണ് കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് നിശ്ചയിക്കുന്നത്. കോയിലിന് ഒരു ആകൃതി കൊടുക്കുവാനായി ഉപയോഗിക്കുന്നവയെ ഫോർമർ എന്ന് വിളിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന പല തരത്തിലുള്ള കോയിലുകളാണ്. കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് കൂട്ടുവാനായി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് കോർ എന്ന് അറിയപ്പെടുന്നത്. ഒരു കോയിലിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഒരു വശം നോർത്ത് പോളായും മറുവശം സൗത്ത് പോളായും ഒരു മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് ഇവിടെ കാണുന്നത്. ഒരു കോയിലുണ്ടാകുന്ന മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് മറ്റൊരു കോയിലിനെ ബാധിക്കാതിരിക്കാനാണ് 90 ഡിഗ്രി അപ്പാർട്ടായിട്ടാണ് ആൻറ്റിന ട്യൂണർ, ലോ പാസ് ഫിൽട്ടർ മുതലായവയിൽ കോയിലുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി കോയിലുകൾ എങ്ങനെ നിർമ്മിക്കാം എന്ന് നോക്കാം. ഇപ്രകാരം ഒരു കോപ്പർ വയർ എടുത്താൽ പോലും അതിനെ ഒരു ടേൺ എന്ന് പറയുന്നു. ഇത് വളച്ച് റാ ആകൃതിയിൽ എത്തുന്നത് വരെ അത് ഒരു ടേൺ ആണ്. അതിനെ താ ആകൃതിയിൽ എടുത്താൽ അത് 2 ടേൺ ആണ്. കോപ്പർ വയർ പൂർണ്ണമായും ചുറ്റിക്കഴിഞ്ഞപ്പോൾ 6 ടേൺസ് ഉള്ള ഒരു കോയിൽ കിട്ടി. അതിൻ്റെ ചുറ്റും നോക്കിയാൽ 5 ചുറ്റും അതേപോലെ താഴേക്ക് നീണ്ടു നിൽക്കുന്ന 2 എൻഡ് കൂട്ടിയതാണ് 6 ടേൺ ഉണ്ടാവുന്നത്. ഒരു ഇൻഡക്റ്റൻസ് മീറ്റർ ഉപയോഗിച്ച് ഈ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് എത്ര ഉണ്ടെന്ന് അളന്നു നോക്കാം. ഈ കപ്പാസിറ്റീവ് ഇൻഡക്റ്റൻസ് മീറ്റർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കോയിലിൻ്റെ ഇൻഡക്റ്റൻസ് 0.15 മൈക്രോ ഹെൻറിയാണ്. അതേപോലെ കോയിലിൻ്റെ ലെങ്ത് കുറയ്ക്കുമ്പോൾ ഇൻഡക്റ്റൻസ് കൂടുന്നതായിട്ട് കാണാം. കോയിൽ വലിച്ച് നീട്ടി കഴിയുമ്പോൾ ലെങ്ത് കൂടുകയും ഇൻഡക്റ്റൻസ് കുറയുകയും ചെയ്യും. അതുകൊണ്ടാണ് FM റേഡിയോയുടെ കോയിലുകൾ പല ആകൃതിയിൽ വളച്ച് വെച്ചിരിക്കുന്നതായി കാണുന്നത്. ഇതുപോലൊരു ഫെറൈറ്റ് റോഡ് ഇൻഡക്ടറിനുള്ളിൽ കയറ്റുമ്പോൾ ഇൻഡക്റ്റൻസിൽ കൂടി വരുന്നതായിട്ട് കാണാം. അതുപോലെ പുറത്തേക്ക് എടുക്കുമ്പോൾ കുറയുന്നു. കൈയുടെ സാമീപ്യം പോലും ഇൻഡക്റ്റൻസ് കൂടുവാൻ സാധ്യതയുണ്ട്. ഇത് നീളം കൂടിയ കോയിലാണ്, പക്ഷേ ഇതിൻ്റെ ഡയമീറ്റർ വളരെ കുറവാണ്. ഡയമീറ്റർ കുറയും തോറും ഇൻഡക്റ്റൻസ് കുറയുന്നു. ഈ കോയിലിനെ വലിച്ചു നീട്ടുമ്പോൾ ഇൻഡക്റ്റൻസ് കുറയുകയും കോയിലുകൾ അടുപ്പിക്കുമ്പോൾ ഇൻഡക്റ്റൻസ് കൂടുകയും ചെയ്യുന്നു. ഇത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂടിയതും നമ്പർ ഓഫ് ടേൺസ് കുറഞ്ഞതുമായ ഒരു വലിയ കോയിലാണ്. റേഡിയോയിൽ ഉപയോഗിക്കുന്ന കോയിലുകൾ ഉണ്ടാക്കുമ്പോൾ RF സ്റ്റോക്ക് ഒഴികെയുള്ള ഏതൊരു കോയിലിനും വയർ ഗേജ് ഒരു പ്രശ്നമല്ല. ഇത് ഒരു FM AM റേഡിയോയുടെ ബോർഡാണ്. FM കോയിലുകൾ വളരെ നമ്പർ ഓഫ് ടേൺസ് കുറഞ്ഞതും വലുപ്പം കൂടിയതുമായിരിക്കും. AM കോയിലാണ് ഇത്. അതൊരു ഫെറൈറ്റ് റോഡിലാണ് ഇട്ടിരിക്കുന്നത്. ഫെറൈറ്റ് റോഡിൽ നീക്കുന്ന അനുസരിച്ച് ഇൻഡക്റ്റൻസിന് മാറ്റം വരുന്നു. ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കുന്നതിനുള്ള ഫോർമുല ആണിത്. വയർ ഗേജ് ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്നത് റെസിസ്റ്റർ പോലെയുള്ള ഇൻഡക്ടറാണ്. കളർ കോഡർ ഇൻഡക്ടർ എന്ന് പറയും. അതുപോലെ ഇൻഡക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതായി ഒട്ടനവധി പ്രോഗ്രാമുകൾ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. മറ്റുള്ള കോയിലുകൾ എങ്ങനെ വൈൻഡ് ചെയ്യുന്നുവെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ബൈ ബൈ.